മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवते हे चण्डमुण्डाग्निनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे शुम्भध्वंसिनि संहराशु दुरितं दुर्गे नमस्तेऽम्बिके। ऋषिरुवाच ततः प्रववृते युद्धं दिव्या शुम्भस्य चोभयोः पश्यतां സർവദേവാനാം അസുരാണാം ച ദാരുണം. ഈ ആ യുദ്ധം ആരംഭിക്കുകയാണ്. ദേവിയും ശുംഭനും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം, നേരിട്ടുള്ളതായിട്ടുള്ള യുദ്ധം ആരംഭിക്കുകയാണ് എന്ന് ഋഷി പറയുകയാണ്. തത പ്രവവൃതേ യുദ്ധം, തതഃ അനന്തരം യുദ്ധം പ്രവവൃതേ, യുദ്ധം ആരംഭിച്ചു, പ്രവവൃതേ ആരംഭിച്ചു, അനന്തരം യുദ്ധം ആരംഭിച്ചു. ആര് തമ്മിലാണ്? ദേവ്യാഹ ശുംഭസ്യ ച ഉഭയോः, ശുംഭസ്യ ച ഉഭയോः, ദേവ്യാഹ ശുംഭസ്യ ച ഉഭയോः, ഉഭയോः രണ്ടുപേർ തമ്മിൽ. രണ്ടുപേര് ആരൊക്കെയാണ്? ദേവിയും ശുംഭനും. ദേവ്യാഹ ശുംഭസ്യ ച, ദേവിയുടെയും ശുംഭന്റെയും തമ്മിലുള്ളതായ ഉഭയോः ഇരുവരും ചേർന്നതായ യുദ്ധം ആരംഭിച്ചു എന്നാണ്. പശ്യതാം സർവദേവാനാം അസുരാണാം ച, പശ്യതാം നോക്കിക്കൊണ്ടിരിക്കേ, സർവദേവാനാം എല്ലാ ദേവന്മാരും അസുരന്മാരും ബാക്കിയുള്ളതായിട്ട് അസുരന്മാരും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കേ ഇവരെ മാത്രമായിട്ടുള്ള ശുംഭനും ദേവിയും തമ്മിലുള്ളതായ ആ യുദ്ധം ആരംഭിച്ചു. ദാരുണം, അതിദാരുണമായിട്ടുള്ള യുദ്ധമായിരുന്നു പിന്നെ ഉണ്ടായത് എന്നുള്ളതാണ്. ആ ദേവിയും ശുംഭനും തമ്മിലുള്ളതായ ദാരുണം യുദ്ധം, അതിദാരുണമായിട്ടുള്ള യുദ്ധം പ്രവവൃതേ ആരംഭിച്ചു. ദേവന്മാരും അസുരന്മാരും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കേ ഈ ദേവിയും ശുംഭനും തമ്മിലുള്ളതായിട്ടുള്ള ഘോരമായ യുദ്ധം ആരംഭിച്ചു എന്നാണ്. ഇനി ശരവർഷൈ സ്ഥിതൈ ശസ്ത്രൈ തഥാസ്ത്രൈശ്ചൈവ ദാരുണൈ തയോർയുദ്ധമഭൂത് ഭൂപ സർവലോകഭയങ്കരം. ആ യുദ്ധത്തിനെ തന്നെ ഒന്നുകൂടി വിസ്തരിച്ചു, അത്രയേ ഉള്ളൂ. ശരവർഷൈ ശിതൈ ശസ്ത്രൈ, ശരവർഷൈ ശിതൈ, ശിതങ്ങളായിട്ടുള്ള ശരവർഷങ്ങളെ കൊണ്ട്, ശിതം മൂർച്ചയുള്ളതായിട്ടുള്ള, ആ മൂർച്ചയുള്ളതായിട്ടുള്ള ശരങ്ങളുടെ വർഷം കൊണ്ടും, ശരങ്ങൾ വർഷിച്ചുകൊണ്ട്, ശിതൈ ശസ്ത്രൈ, ശിതങ്ങളായിട്ടുള്ള ശസ്ത്രങ്ങൾക്ക് ശരവർഷങ്ങളും, പിന്നെ ദാരുണം ശസ്ത്രൈ, ശസ്ത്രങ്ങളെ കൊണ്ടും, അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും, ശസ്ത്രങ്ങളെന്ന് വെച്ചാൽ ബാക്കി ആയുധങ്ങളൊക്കെ, അസ്ത്രങ്ങളെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ശസ്ത്രം എന്നുള്ളതിന് ബാക്കി ആയുധങ്ങൾ. ശസ്ത്രം എന്ന് മാത്രം പറഞ്ഞാൽ അസ്ത്രങ്ങളെയും പെടുത്താം, എല്ലാ ആയുധങ്ങളെയും പെടുത്താം, അങ്ങനെയാണ്. ഇവിടെ അസ്ത്രങ്ങൾ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് പിന്നെ ശസ്ത്രങ്ങൾ എന്നുള്ളത് കൊണ്ട് ബാക്കി ആയുധങ്ങളെയാണ്, വേറെയുള്ളതായിട്ടുള്ള ആയുധങ്ങൾ പലതും പ്രയോഗിച്ചു എന്നുള്ളതാണ്. ശരവർഷൈഹി സ്ഥിതൈഹി, മൂർച്ചയുള്ളതായിട്ടുള്ള ശരവർഷങ്ങളെ കൊണ്ടും അസ്ത്രങ്ങളെ കൊണ്ടും ബാക്കി ശസ്ത്രങ്ങളെ കൊണ്ടും, തഥാ അസ്ത്രൈഹി ചൈവ ദാരുണൈഹി, ദാരുണങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളെ കൊണ്ടും. അസ്ത്രം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് ശരവർഷം എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ അസ്ത്രൈഹി എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് മന്ത്രഭൂതങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളെയാണ് പിന്നെ രണ്ടാമത് ഉദ്ദേശിക്കുന്നത്. മന്ത്രങ്ങളോടുകൂടി അയക്കുന്നതായിട്ടുള്ള അസ്ത്രങ്ങൾ, അല്ലാതെ കണ്ടയക്കുന്നതായിട്ടുള്ള ശരങ്ങൾ, അത് രണ്ടും വേറെ വേറെ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. തഥാ അസ്ത്രൈഹി ച ദാരുണൈഹി, അതിദാരുണങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളെ കൊണ്ടും. തയോഹോ യുദ്ധമഭൂത്, അവർ തമ്മിൽ യുദ്ധം അഭൂത്, യുദ്ധം ഉണ്ടായി. ഭൂപ, അല്ലയോ രാജാവേ, അവർ തമ്മിൽ അങ്ങനെ യുദ്ധം ഉണ്ടായി. സർവലോക ഭയങ്കരം, ലോകത്തിന് മുഴുവൻ ഭയത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള, ഭയങ്കരമായിട്ടുള്ള ഭയത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള അതിഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി രണ്ടുപേരും തമ്മിൽ എന്നാണ്. സർവലോക ഭയങ്കരം, സർവലോകത്തിനും ഭയത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള യുദ്ധം, ഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ദിവ്യാന്യസ്ത്രാണി ശതശോ മുമുജേ യാന്യഥാംബിക ബഭഞ്ജ താനി ദൈത്യേന്ദ്ര തൽ പ്രതീകാര കർമ്മഭിഹി. ഇനി ദിവ്യാന്യസ്ത്രാണി, ദിവ്യാസ്ത്രങ്ങൾ പലതും പ്രയോഗിച്ചു.
ദിവ്യാസ്ത്രാണി ശതശഃ, അസ്ത്രങ്ങൾ ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങൾ നൂറുകണക്കിന് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു ദേവി എന്നുള്ളതാണ്. ദിവ്യാനി അസ്ത്രാണി ശതശഃ, നൂറുകണക്കിന്. മുമുജേ യാനി അഥാംബിക, അഥ അംബിക യാനി ദിവ്യാനി അസ്ത്രാണി ശതശഃ മുമുജേ, നൂറുകണക്കിനുള്ളതായിട്ടുള്ള ഈ ദിവ്യാസ്ത്രങ്ങൾ ദേവി ഏതാണോ പ്രയോഗിച്ചത്, ദേവി ധാരാളം അസ്ത്രങ്ങൾ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അതെല്ലാം തന്നെ ബഭഞ്ച, ഭഞ്ചിച്ചു, ഭേദിച്ചു, അതൊക്കെ മുറിച്ചു. ആ അസ്ത്രങ്ങളെയൊക്കെ ബഭഞ്ച, ഭേദിച്ചു. താനി, അവയെല്ലാം തന്നെ ദൈത്യേന്ദ്രൻ ബഭഞ്ച, ഭേദിച്ചു. ദൈത്യേന്ദ്ര തൽപ്രതീകാരകർമ്മഭിഹി, എങ്ങനെയാണ് തൽപ്രതീകാരങ്ങളായിട്ടുള്ള അവയെ പ്രതികരിക്കത്തക്കതായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട്, അതായത് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ ആസുരാസ്ത്രങ്ങളെ കൊണ്ട് അതിനെ തടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള പ്രതിവിധി ആയിട്ടുള്ള പ്രതീകാരകർമ്മഭിഹി, പ്രതീകാരമായിട്ടുള്ള പ്രതിവിധി ആയിട്ടുള്ളതായ കർമ്മങ്ങളെ കൊണ്ട്, കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ആയുധങ്ങൾ തന്നെ, ഭൂതങ്ങളായിട്ടുള്ള മന്ത്രങ്ങൾ തന്നെ, ഓരോരോ മന്ത്രങ്ങൾ, വിശിഷ്ടങ്ങളായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട്, പ്രതിവിധി ആയിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട്, അതായത് ഓരോരോ അസ്ത്രത്തിനും ഓരോരോന്നും പ്രതിവിധി എന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ പ്രതിവിധികളായിട്ടുള്ള അസ്ത്രങ്ങളെ കൊണ്ട് അതിനെ തടുത്തു. ദേവി അയച്ചതായിട്ടുള്ള അസ്ത്രങ്ങളെയൊക്കെ ദൈത്യേന്ദ്രൻ ശുംഭൻ മറ്റ് പ്രതിവിധി ആയിട്ടുള്ളതായിട്ടുള്ള പ്രത്യസ്ത അസ്ത്രങ്ങളെ കൊണ്ട് ഭേദിച്ചു എന്നാണ്. ഇനി മുക്താനി തേന ശാസ്ത്രാണി ദിവ്യാനി പരമേശ്വരി ബഭഞ്ച ലീലയൈവോഗ്രഹുങ്കാരോച്ചാരണാദിഭി. ഇനി ഇയാളും കുറേ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു, അസുരനും ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. മുക്താനി തേന, തേന മുക്താനി, ആ അസുരനാൽ മുക്തങ്ങളായ അസ്ത്രാണി, അസ്ത്രങ്ങൾ, ദിവ്യാനി, ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങൾ, പരമേശ്വരി, പരമേശ്വരി ദേവി അംബികയും ബഭഞ്ച, ഭേദിച്ചു. ശുംഭൻ പ്രയോഗിച്ച അസ്ത്രങ്ങൾ ദേവിയും ഭഞ്ചിച്ചു, ഭേദിച്ചു എന്നാണ്. എങ്ങനെ? ലീലയാ ഏവ, വളരെ ലീലയായിട്ട്, തമാശയായിട്ട് എന്നുള്ള മാതിരി നിഷ്പ്രയാസം അതൊക്കെ ഭേദിച്ചു എന്നാണ്. ലീലയാ ഏവ ഉഗ്രഹുങ്കാരോച്ചാരണാദിഭിഹി, ഉഗ്രങ്ങളായിട്ടുള്ള ഹുങ്കാരങ്ങളാവുന്ന ഉച്ചാരണങ്ങളെ കൊണ്ട്, അതായത് ദേവിക്ക് അസ്ത്രമൊന്നും പ്രയോഗിക്കേണ്ടി വന്നില്ല. ഈ ശുംഭൻ്റെ അസ്ത്രങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ദേവിക്ക് വേറെ പ്രത്യസ്ത്രങ്ങളൊന്നും വേണ്ടി വന്നില്ല. ഹുങ്കാരങ്ങൾ അതിൻ്റെ ദേവിയുടെ ശബ്ദം തന്നെ അതിനെയൊക്കെ നശിപ്പിക്കാൻ പോന്നതായിരുന്നു. അത്രയ്ക്ക് ശക്തമായിരുന്നു ദേവിയുടെ ഹുങ്കാരങ്ങൾ എന്നാണ്. ആ ഹുങ്കാരങ്ങളെ കൊണ്ട് തന്നെ ദേവി ആ ശുംഭൻ പ്രയോഗിച്ചതായ അസ്ത്രങ്ങളെ ഇല്ലാതാക്കി, ഭഞ്ചിച്ചു എന്നാണ്. ദിവ്യാനി പരമേശ്വരി ബഭഞ്ച, ബഭഞ്ച ഭേദിച്ചു, ഭഞ്ചിച്ചു. ലീലയായേവ, ലീലയായി തന്നെ നിഷ്പ്രയാസമായി ഭഞ്ചിച്ചു. എങ്ങനെ? ഉഗ്രഹുങ്കാര ഉച്ചാരണാദിഭി, ഉഗ്രങ്ങളായിട്ടുള്ള ഹുങ്കാരങ്ങളെ കൊണ്ടും മറ്റ് ഉച്ചാരണങ്ങളെ കൊണ്ടും ദേവി ഭഞ്ചിച്ചു എന്നാണ്. ദിവ്യം വർഷസഹസ്രം തു ശതമാസീത് വിശാംപതേ വിമാനസ്ഥാസ്തോ ദേവാ ഋഷയശ്ച ബഭാഷിരേ. ഇങ്ങനെ യുദ്ധം കുറച്ചൊന്നുമല്ല ഉണ്ടായതെന്ന് പറയാണ്. ദിവ്യം വർഷസഹസ്രം, ദിവ്യമായിട്ടുള്ള വർഷസഹസ്രം. ഈ വർഷസഹസ്രം തു ശതം, സഹസ്രം തു ശതം, വർഷസഹസ്രം 1000 വർഷങ്ങൾ. ശതം ദിവ്യ വർഷസഹസ്രം എന്ന് വെച്ചാൽ 10 ദിവ്യ വർഷസഹസ്രങ്ങൾ എന്ന് പറഞ്ഞാൽ 10,000 ദിവ്യ വർഷങ്ങളായി. 10,000 ദിവ്യ സഹസ്രങ്ങൾ ഇവർ തമ്മിൽ ഇങ്ങനെ യുദ്ധം ചെയ്തു എന്നാണ്. സാധാരണ വർഷമല്ല ദിവ്യ വർഷം എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ വർഷമാണ്. ദേവന്മാരുടെ വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസമേ ആവണുള്ളൂ. പിതൃക്കൾക്കും ദേവന്മാർക്കും ഒക്കെ ഒരു ദിവസമാണ് നമ്മുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ. 365 ദിവസമായി അവർക്ക് ഒരു ദിവസമേ ഉള്ളൂ. അങ്ങനത്തെ 365 ദിവസം കൂടിയാലാണ് ഒരു വർഷം ആവണത്. അപ്പം അതാണ് ദിവ്യ വർഷസഹസ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതായിട്ടുള്ള ദേവന്മാരുടേതായിട്ടുള്ള 1000 വർഷങ്ങൾ, 1000 അല്ല 10,000 എന്ന് പറഞ്ഞു. ആ 10,000 വർഷങ്ങൾ അങ്ങനെ ദേവന്മാരുടെ 10,000 വർഷങ്ങൾ അങ്ങനെ യുദ്ധം ചെയ്തു ഇരുവരും തമ്മിൽ എന്നാണ്. ദിവ്യം വർഷസഹസ്രം തു ശതം ആസീത് വിശാംപതേ, വിശാംപതേ എന്നുള്ളത് സംബോധനയാണ്.
രാജാവിനുള്ളതായിട്ടുള്ള സംബോധന. വിട്ട് വിശൗ വിശഹ എന്നുള്ളതായിട്ടുള്ള പദം. ആ വിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനസമൂഹം, സമൂഹം എന്നുള്ള അർത്ഥമാണ്. ആ സമൂഹത്തിൻ്റെ പതിയായിട്ടുള്ള, നേതാവായിട്ടുള്ള, രാജാവായിട്ടുള്ള, അല്ലയോ രാജാവേ. അങ്ങനെ അവർ തമ്മിൽ യുദ്ധം ഇത്രയും വർഷം 10,000 വർഷസഹസ്രം യുദ്ധം ചെയ്തു എന്നാണ്. വിമാനസ്ഥാസ്തതോ ദേവാഹ. അപ്പോൾ ദേവന്മാർ വിമാനസ്ഥാഹ അവരവരുടെ വിമാനങ്ങളിൽ വർദ്ധിച്ചുകൊണ്ട് ഋഷയശ്ച ബഭാഷിരേ ഋഷികളും പറഞ്ഞു. ഋഷികളും ദേവന്മാരും ഒക്കെ അതാത് വിമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ യുദ്ധം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിപ്രകാരം പറഞ്ഞു എന്നാണ്. ബഭാഷിരേ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എന്നിട്ട് അടുത്തതിലാണ് പറയേണ്ടത്. ഋഷയശ്ച ബഭാഷിരേ ഋഷികളും ഇപ്രകാരം പറഞ്ഞു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.